ചുംബനം ഒറ്റുകാരൻ്റെ അടയാളം. ചരിത്രത്തിൽ ഏറ്റവും കുപ്രസിദ്ധമാണ് യൂദ യേശുവിന് നൽകിയ ചുംബനം. ഞാൻ ആരെ ചുംബിക്കുമോ അവനെ പിടിച്ചുകൊള്ളുക എന്ന അടയാളം കൊടുത്തിട്ട് വേട്ടക്കാർക്ക് അല്പം മുമ്പേ നടന്ന് യേശുവിൻ്റെ അടുക്കലെത്തിയ യൂദയുടെ നിഷ്കളങ്കമെന്നും ആത്മാർത്ഥമെന്നും തോന്നിപ്പിക്കുന്ന ഒരു വിളിയുണ്ട്, റബ്ബി. ബാക്കി ശിഷ്യന്മാർക്കും സന്തോഷമായി കാണും, യൂദയും എത്തിയല്ലോ. ചരിത്രത്തിൽ ഒരുപാട് പേർ യൂദയുടെ വേഷമണിഞ്ഞിട്ടുണ്ട്. ഒറ്റുകാരൻ തിരിച്ചറിയപ്പെടാത്തതാണ് അവൻ്റെ വിജയം. പക്ഷെ ഒറ്റുകാരനെ തിരിച്ചറിഞ്ഞിട്ടും സ്നേഹിച്ചതാണ് യേശുവിൻ്റെ വിജയം. യൂദയിലെ ഒറ്റുകാരൻ രൂപപ്പെട്ടത് ക്രമാനുഗതമായാണ്. ഒരു നിമിഷത്തെ ദൗർബല്യമല്ലത്. യേശുവിൻ്റെ കൂടെ നടക്കുന്നതിൽ അവൻ ഒരു മടിയും കാട്ടിയില്ല. യേശു ഏൽപ്പിച്ച ദൗത്യങ്ങളും പൂർണ്ണമായി തന്നെ നിർവഹിച്ചു. ഭൂതങ്ങളെ പുറത്താക്കാനും രോഗികളെ സൗഖ്യമാക്കാനും ദൈവരാജ്യം പ്രസംഗിക്കാനും അവന് ഒരിക്കലും കഴിയാതിരുന്നിട്ടില്ല. മറ്റ് ശിഷ്യന്മാരിൽ നിന്ന് ഒരു വ്യത്യാസവും ആരും അവനിൽ കണ്ടില്ല. എന്നാൽ യൂദയുടെ ഹൃദയത്തിൽ മറ്റ് ശിഷ്യന്മാർ പോലും അറിയാതെ ഒരു പിന്മാറ്റം ആരംഭിച്ചിരുന്നു. തൻ്റെ പണസഞ്ചിയിലേക്ക് കാര്യമായി ഒന്നും വരുന്നതായിരുന്നില്ല യേശുവിൻ്റെ ഉപദേശങ്ങൾ. യഹൂദ മത നേതൃത്വത്തെ മുഴുവൻ വെറുപ്പിക്കുന്ന ഉപദേശങ്ങളും പ്രവർത്തികളും യൂദ സഹിച്ചു എന്ന് മാത്രം. ബഥാനിയയിലെ ലാസറിൻ്റെ ഉയർപ്പ്, ദേവാലയ ശുദ്ധീകരണം, ശബത്ത് ലംഘനം തുടങ്ങിയവയിലൂടെ തങ്ങളുടെ ദൈവികവും മാനുഷികവുമായ അധികാരങ്ങൾ മുഴുവൻ ചോദ്യം ചെയ്ത യേശുവിനെ നശിപ്പിക്കുക മാത്രമായിരുന്നു യഹൂദ നേതാക്കളുടെ മുമ്പിലുള്ള ഏക പോംവഴി. ആ പ്രവർത്തനത്തിൽ യൂദയടക്കം ശിഷ്യന്മാരും കൊല്ലപ്പെടാം. യൂദ ബുദ്ധിപൂർവം കാര്യങ്ങൾ ആസൂത്രണം ചെയ്തു. യൂദയിൽ തികഞ്ഞ ഒരു യഹൂദനും അതിലേറെ നല്ലൊരു ദ്രവ്യാഗ്രഹിയും ഉണ്ടായിരുന്നു. യേശു നടത്തിയ ദേവാലയ ശുദ്ധീകരണം വല്ലാത്ത പ്രകോപനമാണ് പുരോഹിതരിൽ സൃഷ്ടിച്ചത്. അന്യമതസ്ഥർ സത്യദൈവത്തെ തേടിയെത്തുന്ന ജാതികളുടെ പ്രാകാരത്തിലാണ് കച്ചവട സ്ഥലം. ഒരേ സമയം ദൈവത്തെയും ദൈവാന്വേഷകരെയും വാണിഭമാക്കുന്ന ഇടം. യേശു ചമ്മട്ടിയെടുത്തതിൽ അതിശയിക്കാനുണ്ടോ? ദേവാലയത്തിലെ ഭാരിച്ച ചെലവുകൾ നടന്നു പോകണ്ടേ എന്നതാണ് ചോദ്യമെങ്കിൽ വേണ്ട എന്ന് യേശു തീർത്തു പറയും. പ്രാർത്ഥനാലയം മാത്രമാകണം. അതാണ് ദൈവപ്രമാണം. ദൈവഭക്തി ചൂഷണത്തിനും കച്ചവടത്തിനും ഉപയോഗിക്കുന്നവർ സൂക്ഷിക്കുക. ചാട്ടവാറുകൊണ്ട് നന്നായില്ലെങ്കിൽ കല്ലിന്മേൽ കല്ല് ശേഷിക്കാത്ത കാലം വരും. വെളിപാട് പുസ്തകത്തിൽ യേശു മുന്നറിയിപ്പ് നൽകിയ ആസിയയിലെ 7 സഭകളും ഭൂപടത്തിൽ നിന്ന് തുടച്ചു മാറ്റപ്പെട്ടു എന്നതാണ് ചരിത്രം. യൂദയിൽ അസംതൃപ്തി വളരുകയാണ്. ഇടയ്ക്കൊക്കെ ആൾ മുങ്ങും. എവിടേക്കാ? ഒരു സ്ഥലം വരെ. ആ സ്ഥലം അല്പം പ്രശ്നമാണ്. ദൈവത്തോടും സഹപ്രവർത്തകരോടും സുതാര്യത നഷ്ടപ്പെടുത്തുന്ന ഇടങ്ങൾ ഭാവിയിൽ ജീവൻ എടുക്കുന്ന ഇടങ്ങളായി മാറാം. പണസഞ്ചിയിൽ നിന്ന് ചെറിയ ചെറിയ തുകകൾ കാണാതാകുന്നുണ്ട്. യേശു ഒന്നും ചോദിക്കുന്നില്ല. അറിയുന്നുണ്ടാകില്ല എന്ന് യൂദ കരുതി കാണും. സർവജ്ഞാനിയായ ദൈവത്തെപ്പറ്റിയുള്ള യൂദയുടെ ധാരണ പോലെ തന്നെയാണ് നമ്മുടെയും ധാരണ. ഒന്നും അറിയുന്നുണ്ടാകില്ല. രാജാവാകാനും പണമുണ്ടാക്കാനും താല്പര്യമില്ലാത്ത ഗുരുവിൻ്റെ കൂടെ എത്ര നാൾ നടക്കും? ഭാവി എന്താകും? ജീവിതത്തിൻ്റെ കണക്കെടുക്കുമ്പോൾ നഷ്ടം മാത്രമായാലോ? വിട്ടുപോക എന്ന് വെച്ചാൽ അതിനും കഴിയുന്നില്ല. പിന്നെ സുരക്ഷിതമായ ഒരു വഴി മാത്രം, കൂടെ നടക്കുക, ഒപ്പം ശത്രുപക്ഷത്ത് നടക്കുക. ആരാണ് ജയിക്കുക എന്നറിയില്ലല്ലോ. ചിലർ പറയാറുണ്ട്, ഏത് ദൈവമാണ് സഹായിക്കുന്നതെന്ന് അറിയില്ലല്ലോ, ആരെയും പിണക്കേണ്ട എന്ന്. ദൈവത്തെപ്പറ്റി പോലും ധാരണയില്ലാത്ത മനുഷ്യരും ശിഷ്യരുടെ വേഷത്തിൽ കാണും. യേശുവിനോടുള്ള എല്ലാ അകൽച്ചകളും ബുദ്ധിപൂർവ്വം ഒളിപ്പിച്ച് യേശുവിനോടൊപ്പവും അതേസമയം പരീക്ഷ പ്രമാണിമാരോടൊപ്പവും നടന്ന യൂദ നമുക്കൊരു മുന്നറിയിപ്പാണ്. ഞാൻ അവനെ കാണിച്ചു തരാം, എനിക്ക് എന്ത് തരും എന്ന വാക്കുകൾ വായിൽ നിന്ന് വീഴും മുമ്പേ തിരിച്ചു നടക്കാം. ഗുരുവേ, നീ മാത്രം മതി. ഒറ്റുകാരൻ്റെ ഏറ്റവും വലിയ ശിക്ഷ മനുഷ്യർ കൊടുക്കുന്നതോ ദൈവം കൊടുക്കുന്നതോ ഒന്നുമല്ല, സ്വന്തം മനസ്സാക്ഷി കൊടുക്കുന്നതാണ്. അത് കെടാത്ത തീയും ചാകാത്ത പുഴുവും പോലെ അസഹ്യമാണ്. 90-ാം വയസ്സിൽ മുൻകാല ചെയ്തികളുടെ പാപഭാരം വേട്ടയാടുകൊണ്ട് ആത്മഹത്യ ചെയ്യാൻ ആഗ്രഹിച്ച ഒരു വൃദ്ധൻ്റെ കാര്യം ഓർക്കുന്നു. ആത്മഹത്യ ചെയ്യാൻ പോലും ശരീരസ്ഥിതി അനുവദിക്കുന്നില്ല. എഴുന്നേൽക്കാൻ പരസഹായം വേണം. ക്രിസ്ത്യാനിയല്ലേ, പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൂടെ എന്ന ചോദ്യത്തിന് അതിനും മനസ്സ് വരുന്നില്ല എന്ന് മറുപടി. എന്തൊരു നിസ്സഹായത! ഭൂമിയിൽ തന്നെ നരകയാതന അനുഭവിക്കുന്ന എത്ര ജന്മങ്ങൾ! ഈ അവസ്ഥയാകും യൂദയെ ആത്മഹത്യയിലേക്ക് നയിച്ചത്. പാപം ആസൂത്രണം ചെയ്യുമ്പോഴും നടപ്പാക്കുമ്പോഴും മനസാക്ഷി ഒരു നല്ല സുഹൃത്തിനെ പോലെ വേണ്ട എന്ന് ഉപദേശിച്ചുകൊണ്ടിരിക്കും. കേൾക്കുന്നതാണ് നല്ലത്. പാപാനന്തരം ഒരു ശത്രുവിനെ പോലെയോ പ്രതികാരകനെ പോലെയോ മനസാക്ഷി ഉണരും.
അപ്പോൾ അതിൻ്റെ ഭാഷയും ഭാവവും വ്യത്യസ്തവുമായിരിക്കും. ഉമിത്തിയിൽ ഉരുകുന്ന അനുഭവം. ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. തങ്ങളുടെ ദുഷ്ടതകളെ വീര്യകൃത്യം പോലെ പറഞ്ഞു നടക്കുന്ന ചിലരുണ്ട്. പലരെയും പ്രേമം നടിച്ച് വഞ്ചിച്ച് ചെറുതും വലുതുമായ ലൈംഗിക ചൂഷണം നടത്തിയത്, സഹപ്രവർത്തകർക്ക് പാര പണിതത്, അന്യരെ പറ്റിച്ച് വസ്തുവകകൾ കൈക്കലാക്കിയത്, നിസ്സഹായനെ ചവിട്ടിക്കൂട്ടിയത്, സ്വാധീനം ഉപയോഗിച്ച് കേസുകളിൽ നിന്ന് ഊരിപ്പോന്നത്, പാവപ്പെട്ടവനെ കള്ളക്കേസിൽ കുടുക്കിയത്, ഇങ്ങനെ എന്തെല്ലാം! വിവരിക്കുമ്പോൾ കുറ്റബോധം ലവലേശമില്ല. അഹങ്കാരത്തോടെയുള്ള വിവരണം കേൾക്കുമ്പോൾ ചില ശ്രോതാക്കൾക്കെങ്കിലും ഹരം, ദൈവഭക്തർക്ക് പുച്ഛം. എന്നാൽ ദുർദിവസങ്ങൾ വരികയും കിടന്ന കിടപ്പിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയാതെ ഒരിറ്റ് വെള്ളത്തിന് വേണ്ടി പോലും കെഞ്ചുകയും മലമൂത്രങ്ങളിൽ കിടന്നുരുളുകയും ചെയ്യുമ്പോൾ കുറ്റബോധം. അഭിമാനത്തോടെയും അഹങ്കാരത്തോടെയും വിവരിച്ച സംഭവങ്ങൾ ഭീതി ഉണർത്തുന്ന ദൃശ്യങ്ങളായി അകക്കണ്ണിൽ തെളിയുന്നു. കണ്ണടയ്ക്കാൻ പേടി. ഇരകളുടെ കണ്ണുനീർ പൊള്ളുന്ന തീയായി ചുറ്റും പടരുന്നു. സാഹിത്യഭംഗിക്ക് വേണ്ടി എഴുതിയതല്ല. ഭക്തരെന്നു കരുതിയവരടക്കം എത്രയോ പേരുടെ അന്ത്യനാളുകൾ കണ്ടിരിക്കുന്നു. എന്നിട്ടും കുറെ അഹങ്കാരം ബാക്കി. ദൈവത്തോടും മനുഷ്യനോടും ക്ഷമാപണം നടത്താനും പരിഹാരം ചെയ്യാനും മടി. ജ്ഞാനികളുടെ തലവൻ വിളിച്ചു പറയുന്നു, എല്ലാത്തിൻ്റെയും സാരം കേട്ടുകൊള്ളുക, ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചുകൊള്ളുക, അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടത്. ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തികളെയും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമല്ലോ. ഇനി പത്രോസിനെ പറ്റി കൂടി ചിന്തിക്കാം. അവനും യേശുവിനെ തള്ളിപ്പറഞ്ഞവനാണ്. 1 വട്ടമല്ല 3 വട്ടം. മനഃപൂർവ്വം ചെയ്തതല്ല, നിവർത്തികേട് കൊണ്ട് സംഭവിച്ചതാണ്. പക്ഷേ യേശുവിൻ്റെ കണ്ണെത്തും ദൂരത്ത് തന്നെയുണ്ട്. കോഴി 2 വട്ടം കൂവിയപ്പോൾ ആ കണ്ണുകൾ തമ്മിലുടക്കി. അനുതാപത്തിൻ്റെ പൊട്ടിക്കരച്ചിൽ. അനുതാപത്തോടെ പൊട്ടിക്കരയുന്ന പത്രോസിൻ്റെ പാപം മുഴുവൻ ആ കണ്ണുനീരിൽ അലിഞ്ഞില്ലാതെയായി. ചുംബിക്കാതെ ചുംബിക്കുകയാണ് പത്രോസ്. അകലെ നിന്നൊരു ചുംബനം. ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ഇതെൻ്റെ ഗുരുവാണ്, ഞാൻ അവൻ്റെ ശിഷ്യനാണ് എന്ന് പറയാനുള്ള ധൈര്യമില്ല. പക്ഷേ സ്നേഹമുണ്ട്. ഭയത്തെ പുറത്താക്കുന്ന തികഞ്ഞ സ്നേഹത്തിലേക്ക് വളർന്നിട്ടില്ല എന്ന് മാത്രം. പക്ഷേ പരിമിതികൾക്കുള്ളിലും സ്നേഹം തന്നെയാണ്. ക്രൈസ്തവ പാരമ്പര്യപ്രകാരം പത്രോസ് തലകീഴായി ക്രൂശിക്കപ്പെട്ടു. സ്നേഹം ഭയത്തെ അതിജീവിച്ചു വളർന്നതിൻ്റെ അടയാളം. റോബി ജോൺസൺ രചിച്ച ചുംബനം ഒരു അടയാളം എന്ന പുസ്തകത്തിൽ നിന്ന്. ഗുഡ് മോർണിംഗ് ജീസസ് രചിച്ച ഏവർക്കും നന്ദി.